ആളുകൾ വിളിച്ചതുകൊണ്ട് ഇങ്ങനെ കട്ടായി പോയതാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. ഇനി ജോയിൻ ആയിക്കോ. അപ്പം ഈ സിസ്റ്റത്തിലെ ജനത സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ മനസ്സിലാവും, ഒരു അളവുകോലാണ്. നമ്മളാണ് ഒരു മാതൃക. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകരുത്. ഈ മാതൃകയാണ് നമ്മൾ. ഒരേ സമയം നമ്മൾ ലൈറ്റാണ്, അതേസമയം നമ്മൾ സാൾട്ടുമാണ്. സാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സാൾട്ടാണ്. നമ്മൾ അറിവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സാൾട്ടായിരിക്കുക. സാൾട്ട് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളൊരു രുചി വരുത്തുക എന്നുള്ള ചിന്ത വരണം. അതും നമ്മളിനി മാറ്റിയേക്കണം. അതൊക്കെ റിലീജിയൻ്റെ പഠിപ്പീരാണ്. രുചി വരുത്തുന്നു, പ്രിസർവ് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ്, ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അരാമിക് ചിന്താഗതിയിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ അറമായിക് കൾച്ചറിൽ സാൾട്ട് എന്ന് പറയുന്നത് എലൈറ്റ് സ്റ്റാൻഡേർഡാണ്. എലൈറ്റ് സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 1000 പേരുള്ള ഒരു ഫാക്ടറിയിൽ ഒരാൾ മതി, ഒരു സിംഗിൾ പേഴ്സൺ മതി. ആ സിംഗിൾ പേഴ്സണ് ആ ഫാക്ടറിയെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇതാ ദൈവരാജ്യത്തിൻ്റെ. അതുകൊണ്ടാണ് ദൈവരാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം റീപെൻഡ്. നോക്കണം, ഫുൾ ബൈബിൾ അങ്ങനെ, പുതിയ നിയമം മൊത്തം അങ്ങനെയാണ്. റീപെൻഡ്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത് പുതിയ നിയമം, ന്യൂ കവനന്റ് എന്ന. ന്യൂ കവനന്റ്, നമ്മളതിനെ ന്യൂ ടെസ്റ്റമെന്റ് എന്നല്ലേ പറയുന്നത്, ന്യൂ ടെസ്റ്റമെന്റ്. പക്ഷെ വാസ്തവത്തിൽ അത് പുതിയ നിയമമല്ല. തെറ്റിദ്ധരിക്കല്ലേ, പുതിയ നിയമമല്ല. ന്യൂ ടെസ്റ്റമെന്റ് ഈസ് എ റിന്യൂവ്ഡ് കവനന്റ് ആണ്. റിന്യൂവ്ഡ് കവനന്റ്, റിന്യൂവ്ഡ് കവനന്റ് ആണ്. ന്യൂ ടെസ്റ്റമെന്റ് ഈസ് നോട്ട് എ ന്യൂ ടെസ്റ്റമെന്റ്, ഇറ്റ് ഈസ് എ റിന്യൂവ്ഡ് ടെസ്റ്റമെന്റ്. റിന്യൂവ്ഡ് ടെസ്റ്റമെന്റ്. കാരണം ഇത് എവിടെ ആരംഭിച്ചത്? അബ്രഹാമിൽ ആരംഭിച്ച ഉടമ്പടിയുടെ റിന്യൂവിങ് ആണ് ന്യൂ ടെസ്റ്റമെന്റ്. അബ്രഹാമിൽ ആരംഭിച്ച ഉടമ്പടിക്ക് ഇടയ്ക്ക് വെച്ച് ന്യായപ്രമാണത്തിന്റെ എൻട്രി വന്നു. ആ ന്യായപ്രമാണം നിമിത്തം, ന്യായപ്രമാണ മുഖാന്തരം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ വരവോടെ അബ്രഹാമി ഉടമ്പടി ഒന്ന് മാറ്റപ്പെടുകയല്ല, ഒരു വശത്തേക്ക് നീങ്ങപ്പെടുക. ഞാനത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. അബ്രഹാമി ഉടമ്പടിയാണ് ഒറിജിനൽ. അതാണ് കിങ്ഡം സിറ്റിസൺസിന്റെ ഉടമ്പടി. ദൈവരാജ്യ സംബന്ധമായ വെളിപ്പാടിരിക്കുന്നത് ന്യായപ്രമാണത്തിലല്ല. ന്യായപ്രമാണത്തിനകത്ത് രാജാവിൻ്റെ ലോസ് മാത്രമേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ, ദൈവരാജ്യ സംബന്ധമായ ഒറിജിനൽ കിടക്കുന്നത് അബ്രഹാമിൻ്റെ ഉടമ്പടിക്കകത്ത്. ആ ഉടമ്പടിക്കകത്ത് ക്രൈസ്റ്റ് വരുന്നത് വരെ, അതായത് ജീവദായകനായ നാഥൻ, അല്ലെങ്കിൽ ജീവദായകമായ നീതീകരണം സംഭവിക്കുന്നത് വരെ, ക്രൈസ്റ്റിന് പകരമായി, അത് ക്രിസ്തു വരുന്നത് വരെ അബ്രഹാമി ഉടമ്പടിയുടെ കൂടെ കൂടിച്ചേർക്കപ്പെട്ടതാണ് ന്യായപ്രമാണം. അതായത് മുറിഞ്ഞു പോയ ഒരു കൈക്ക്, ഇവിടെ കൈയില്ല, അപ്പം ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ കൈ വെച്ച് പിടിപ്പിച്ചു. ഈ ആർട്ടിഫിഷ്യൽ കൈക്ക് ഒരു ബലമില്ല, അതിന് ജീവനില്ല, അതിനകത്ത് രക്തഓട്ടമില്ല. പക്ഷേ ഈ പോരായ്മ, അത് ഒറിജിനൽ വരുന്നത് വരെ, ഒരു പുതിയ കൈ ഇവിടെ കിളുത്തു വരുന്നത് വരെ തൽക്കാലത്തേക്ക് വെച്ചതാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് പറഞ്ഞത് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്. സോ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ടെസ്റ്റമെന്റ്, ഇറ്റ് ഈസ് എ റിന്യൂവ്ഡ് ടെസ്റ്റമെന്റ്, റിന്യൂവ്ഡ് കവനന്റ് ആണ്. പുതിയ ഉടമ്പടി അല്ലത്, അത് പുതുക്കപ്പെട്ട ഉടമ്പടിയാണ്. പുതുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അതുണ്ടായിരുന്നു, വീണ്ടും അതിന് എന്തെടുക്കുക? പുതുക്കിയെടുക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ എവിടെ പോകണം? അബ്രഹാമിലേക്ക് പോകണം. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് ഒറിജിനൽ ദൈവരാജ്യത്തിൻ്റെ ഉടമ്പടി. ഞാൻ ഇന്നലെ അത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ദയവായിട്ടത് കേൾക്കണം. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ് ആണ്. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് പൊസിഷനിങ് വിത്ത് ദ ഗവൺമെൻറ്. ഞാനിത് മുമ്പോട് പഠിച്ചിട്ടുണ്ടെങ്കിലും പറയാം, ഇനി ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് പറയാം. യോർദാന് സ്നാനമേൽക്കാൻ ഇറങ്ങി നിൽക്കുന്ന ക്രിസ്തു യോഹന്നാനോട് പറയുന്നുണ്ട്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഇങ്ങനെ സകല നീതി നമ്മുടെ വിചാരം എന്ന് അറിയുമോ? നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്ന അറിയുമോ? ഇങ്ങനെ ഈ സ്നാനപ്പെടുന്നതാണ്.
സ്നാനപ്പെടുന്ന നീതി എന്ന് പഠിപ്പിക്കുക. നമ്മുടെ ക്രൈസ്തവ ലോകം മുഴുവൻ തിരുവെഴുത്തുകളെ ട്വിസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഈ സ്നാനമേൽക്കുന്നതാണോ നീതി നിവർത്തിക്കുന്നത്? അല്ല. പിന്നെന്താ? കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരാൾ അയക്കപ്പെട്ടാൽ ആ അയക്കപ്പെട്ട ആളിൻ്റെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിൽ അടുത്ത ആൾ വരാൻ പറ്റത്തുള്ളൂ. നിലവിലൊരു ലീഡർ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് വേറൊരു ലീഡറിന് എത്താൻ പറ്റില്ല. അത് കിങ്ഡത്തിൻ്റെ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ദൈവം അയച്ചൊരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്, അത് യോഹന്നാനാണ്. ആ യോഹന്നാനെ ഓവർടേക്ക് ചെയ്തിട്ടൊരു പരിപാടിക്ക് യേശുക്രിസ്തു മുതിരത്തില്ല. അത് കിങ്ഡത്തിൻ്റെ നമ്മൾ തന്നെ മതങ്ങൾക്കകത്ത് തോന്നിയവന് തോന്നിയ പോലൊക്കെ ചെയ്യാം. ദൈവരാജ്യത്തിൽ പറ്റൂല. ദൈവരാജ്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രോട്ടോക്കോളിൽ പോവാം. പ്രോട്ടോക്കോളിൽ പോകുന്നതുകൊണ്ട് യോഹന്നാനോട് പറയാം എന്നെ സ്നാനപ്പെടുത്തണം. യോഹന്നാൻ പറഞ്ഞു നീ ഇന്നാൾ സ്നാനമേൽക്കാൻ എനിക്കിഷ്ടം. പുള്ളി പറഞ്ഞൊന്നും പറ്റത്തില്ല. ഇങ്ങനെ സകല നീതിയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് പൊസിഷനിങ്, റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ താണ്ടെ ഞാൻ നിന്നാൽ സ്നാനമേൽക്കുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ പൊസിഷനിങ്ങിൽ ആ പ്രോട്ടോക്കോൾ ഇവിടെ അനുസരിക്കപ്പെടുകയാണ്. അത് വേറെ വിഷയം, ഞാൻ തിരിച്ചു വരിക. അപ്പോൾ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ ആദ്യത്തെ നീതിമാനാക്കി. നീതിമാൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റൈച്ചസ്നെസ്? റൈച്ചസ്നെസ് ഈസ് നോട്ട് എ റിലീജിയസ് ടേം, ഇറ്റ് ഈസ് എ ലീഗൽ ടേം. ഇത് പള്ളിയിലും പട്ടക്കാരുടെ ഇടയിലുള്ള പാസ്റ്റർമാരുടെ ഇടയിലുള്ള ടേം അല്ല. ഇത് ദൈവരാജ്യത്തിൻ്റെ ലീഗൽ ടേമാണ്. അത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സിറ്റിസൺ. സിറ്റിസണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ലീഗൽ ടെർമിനോളജിയാണ് റൈച്ചസ്നെസ്. റൈറ്റ് പൊസിഷനിങ് വിത്ത് ദ ഗവൺമെൻറ്. ആദാമിന് സംഭവിച്ചത് ഈ ബിക്കേം അൺറൈച്ചസ്. അൺറൈച്ചസ് മീൻസ് റൈറ്റ് പൊസിഷനിങ് അവൻ ബെൻഡായിപ്പോയി. ബെൻഡായിപ്പോയവനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ വേണം റൈച്ചസ്നെസ്. അവൻ സിറ്റിസൺഷിപ്പ് പോയിട്ടില്ല, അവൻ്റെ സ്ഥാനത്തിന് മാറ്റം വന്നിട്ടില്ല. പക്ഷെ അവൻ എന്ത് പറ്റി? അവൻ്റെ പ്രിവിലേജ് മൊത്തം നഷ്ടപ്പെട്ടു പോയി. പ്രിവിലേജ് നഷ്ടപ്പെടാത്തവനെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് റൈച്ചസ്നെസ്. അബ്രഹാമാണ് ആദ്യത്തെ റൈച്ചസ് മാൻ. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ തൻ്റെ രാജ്യം വീണ്ടും സ്ഥാപിക്കാൻ തുടങ്ങിയതിൻ്റെ ആരംഭ പണിയിൽ ദൈവത്തിന് കിട്ടിയ ഫേസ്റ്റ് സിറ്റിസണാണ് ഏബ്രഹാം. ആ ഏബ്രഹാമിനോടാണ് ദൈവം ഉടമ്പടി ചെയ്തത്. ആ ഉടമ്പടിയാണ് ക്രൈസ്റ്റ് ലോകത്തിലേക്ക് വന്ന് റിന്യൂ ചെയ്തത്. അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റ്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ അതുകൊണ്ടാണ് മുഴുവൻ വേർഡുകളും റീയിൽ തുടങ്ങുന്നത്. റിന്യൂഡ് കവണന്റ്, റീപെൻഡ്, റെഡീം, റിവൈവൽ, റീഫ്രഷിങ്, റെസ്റ്റോറിങ്, റീബർത്ത്, റീകൺസിൽ, റീകമ്പൻസ്, റീകവർ, റിട്ടേൺ, റിവൈവ്, റിവോർഡ്, എല്ലാം റീ ആണ്. എന്തിനാ ഈ റീ എന്ന് പറഞ്ഞത്? നേരത്തെ ഉള്ളതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് ഇസ് എ റിന്യൂഡ് കവനന്റ്. റിന്യൂഡ് കവനന്റ്, റിന്യൂഡ് കവനന്റ്. ദാറ്റ് ഈസ് ദ കവനന്റ് വിത്ത് ദ കിങ്ഡം സിറ്റിസൺസ്. ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് തിങ്. മതവുമായിട്ട് അതിന് ബന്ധമില്ല. എന്തുമായിട്ടാണ് അതിന് കണക്ഷൻ ആയിരിക്കുന്നത്? രാജ്യവുമായിട്ടാണ് അതിന് കണക്ഷൻ. അപ്പോൾ ആദ്യത്തെ പദം നിങ്ങൾ പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. ഞാൻ പദങ്ങളൊക്കെ നിങ്ങളോട് പറയാം, നിങ്ങൾ തന്നെ എഴുതിക്കോ. റിട്ടേൺ, റീടേൺ. റീടേൺ എന്ന് പറഞ്ഞാൽ ടേൺ തിരിച്ചു വരികയാണ്. റീപെൻഡ്, റിവൈവ്, റീകമ്പൻസ്, കോമ്പൻസേഷൻ അല്ലേ. റീകൺസിൽ, റീകൺസിൽ നിരപ്പിക്കുന്നു. നേരത്തെ നിരപ്പിലായിരുന്നു, ഇപ്പോൾ വീണ്ടും ക്രിസ്തു മുഖാന്തരം റീകൺസിൽ ചെയ്തു, വീണ്ടെടുത്തു. റെഡീം, റിഡീം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നു, ഇപ്പം കയ്യിലില്ല, വീണ്ടും അവിടുത്തെ ആ പോയതിനെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് റിഡീം, റിക്കവർ, വീണ്ടും ജനിക്കുക, റീബർത്ത്, റിന്യൂ. റിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കാനാണ് പറഞ്ഞത്, അല്ലാതെ പുതിയ മനസ്സിനല്ല പറഞ്ഞിട്ടില്ല. ദൈവം നമുക്ക് പുതിയ മനസ്സല്ല തരുന്നത്, പുതിയ മനസ്സല്ല, മറിച്ച് ദൈവം നമുക്ക് നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യുകയാണ്. റിന്യൂവിങ് അവർ മൈൻഡ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 3 വേഴ്സ് 21 പറഞ്ഞിരിക്കുന്നത്, പൂർവ്വകാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം മുൻ അറിയിച്ചതൊക്കെയും
പുനർസ്ഥാപിക്കുന്ന കാലം വരുവോളം. റീസ്റ്റോർ. എത്ര മനോഹരം. റെസ്റ്റോറേഷൻ. ജോയ് തിരിച്ച് നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് പറയാം റിജോയ്സ്. അതല്ലേ നമ്മൾ ഇതിനെല്ലാം എനിക്ക് വിശദീകരിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ റിജോയ്സ് എന്ന് പറഞ്ഞ പദം എടുക്കുക, അത് നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചെടുക്കുക. റിവോർഡ്, പ്രതിഫലം, റിവോർഡ്. സോ ഇത് മുഴുവൻ ഒരു പ്രിഫിക്സിൽ കിടക്കുകയാണ്, ഒരു ഉപസർഗത്തിൽ കിടക്കുകയാണ്. കാരണം എന്താ? ഈ റിഡംഷൻ ദൈവം നമ്മെ വീണ്ടെടുത്തു, ഇത്ര നമുക്കറിയാം. പക്ഷെ എവിടുന്നാ വീണ്ടെടുത്തത്? എങ്ങോട്ടാ വീണ്ടെടുത്തത്? റീജനറേഷൻ. അല്ല, റീജനറേഷൻ ആണ്. റീജനറേഷൻ, റീബർത്ത്, റീഫോർമേഷൻ, റിവൈവൽ, എല്ലാം റീ ആണ്. ദാറ്റ് മീൻസ് ദ ന്യൂ കവനന്റ് ടേം ലോകത്തോട് വിളിച്ചു പറയുന്ന മെസ്സേജ് എന്നറിയാമോ? റിട്ടേൺ ബാക്ക്, തിരിച്ചു വരിക. എവിടേക്ക്? നിങ്ങളുടെ ജെനിസിസിലേക്ക് തിരിച്ചു വാ, നിങ്ങളുടെ ഒറിജിനൽ പേർപ്പസിലേക്ക് തിരിച്ചു വാ, നിങ്ങളുടെ ഒറിജിനൽ ക്രിയേഷനിലേക്ക് തിരിച്ചു വാ. ഈ ആഹ്വാനമാണ് പുതിയ നിയമം, പുതുക്കപ്പെട്ട നിയമം നമുക്ക് തരുന്നത്. പുതുക്കപ്പെട്ട നിയമം എന്ന് പറയുന്നത് നല്ലത്. ഇറ്റ് ഈസ് എ റിന്യൂവ്ഡ് കവനന്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ന്യൂ വൺ, ഇറ്റ് ഈസ് എ റിന്യൂവ്ഡ് വൺ. ദാറ്റ്സ് വാട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ഏബ്രഹാം. പുതിയ നിയമം ആരംഭിക്കുന്ന എങ്ങനെ നോക്കി? അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിന്റെ അർത്ഥം എന്താ? ഇത് ഈ പുതിയ നിയമത്തിന്റെ ഇത് റിന്യൂഡ് ആണ്. ഇത് ആരിൽ ആരംഭിച്ചതാണ്? അബ്രഹാമിൽ ആരംഭിച്ച ഉടമ്പടി എന്താ? ഐ വിൽ ഗിവ് യു ദ ലാൻഡ്. അബ്രഹാമിന്റെ വാഗ്ദത്തം എന്താണ്? സ്വർഗമാണോ നിത്യതയാണോ? അബ്രഹാമിന് ദൈവം നിത്യതയാണോ വാഗ്ദത്തം ചെയ്തേ? ലോകാവകാശിയാകും. അബ്രഹാമിന് മാത്രമാണോ ആ വാഗ്ദത്തം? അല്ല, അവന്റെ പുത്രനും കൂടെയാണ്. ആ പുത്രൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പം അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു സ്ഥാപിച്ച ഉടമ്പടി പുതിയ ഉടമ്പടിയല്ല. അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തു സ്ഥാപിച്ച ഉടമ്പടി അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ റിന്യൂവിംഗ് ആണ്. ദാറ്റ് മീൻസ് ദ കിങ്ഡം കവനന്റ് ഈസ് റിന്യൂഡ്. ദാറ്റ് ഈസ് എ ന്യൂ കവനന്റ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. ഇറ്റ് ഈസ് എ റിന്യൂവ്ഡ് കവനന്റ്. ഇറ്റ് ഈസ് എ ന്യൂ കവനന്റ് മീൻസ് റിന്യൂ ചെയ്യുക. അപ്പം മുഴുവൻ ബൈബിളിനകത്തും റിന്യൂവിംഗ് ആണ്. റെസ്റ്റോർ ചെയ്യുക. റെസ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ? പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ പരിണമിച്ചു കൊണ്ടുവരിക, റെസ്റ്റോർ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, റിപ്പന്റ്. ഈ പദം മാത്രം ഞാൻ ബാക്കിയെല്ലാം നിങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി തരിക. റിപ്പന്റ് എന്താ വാക്കിന്റെ അർത്ഥം? ചേഞ്ച് യുവർ മൈൻഡ്. ചേഞ്ച് യുവർ മൈൻഡ് മീൻസ് ചേഞ്ച് ദ വേ ഓഫ് യുവർ തിങ്കിങ് ഓഫ് യുവർ സെൽഫ്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തുക എന്നാണ്. അപ്പം നമ്മളതിനെ എന്താക്കി? നമ്മളതിനെ മതമാക്കി. മതത്തിനകത്ത് എന്താണ്? പാപം, വെറ്റമുറുക്കുന്നു, മാനസാന്തരപ്പെടുക. ബീഡി വലിക്കുന്നു, മാനസാന്തരപ്പെടുക. കള്ളു കുടിക്കുന്നു, മാനസാന്തരപ്പെടുക. ദുർനടപ്പിൽ പോകുന്നു, മാനസാന്തരപ്പെടുക. കള്ളം പറയുന്നു, മാനസാന്തരപ്പെടുക. നമ്മുടെ ആൾ ഇങ്ങനെ മാനസാന്തരപ്പെടും. എങ്ങനെ മാനസാന്തരപ്പെടും? മനസ്സ് മാറണ്ടേ? അതിങ്ങനെ ചുമ്മാ മാറ്റാൻ പറ്റുമോ? അപ്പം മനസ്സ് മാറ്റാൻ ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവതരിപ്പിച്ചത്? ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറൈവ്ഡ്. അപ്പം മനസ്സിന് മാറ്റാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സ് മാറാൻ പോകുന്നത് എന്തുമായിട്ടുള്ള ബന്ധത്തിലാണ്? ഈ രാജ്യത്തിന് അനുരൂപമായിട്ടാണ്. യു ആർ ഗോയിങ് ടു ബി കൺഫോംഡ് വിത്ത് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് യുവർ മൈൻഡ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ച്ഡ്. മാനസാന്തരപ്പെടണം എന്നൊക്കെ നമ്മുടെ ആൾ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ അതൊരു ഉപയോഗമില്ലാത്ത അർത്ഥശൂന്യമായ കുറച്ച് വാചകങ്ങൾ മാത്രമാണ്. എങ്ങനെ മാനസാന്തരപ്പെടണം? എങ്ങനെ മനസ്സ് മാറും? മനസ്സിനെ മാറ്റാൻ പറ്റണമെങ്കിൽ അതിന് തത്തുല്യമായൊരു ഉയർന്ന ചിന്ത വരണ്ടേ? ഞാൻ നിലവിൽ ചിന്തിക്കുന്ന ചിന്ത, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ചിന്തകളുണ്ട്. ആ ചിന്തകൾക്കപ്പുറത്ത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായാലല്ലേ എനിക്ക് മാനസാന്തരം വരത്തുള്ളൂ. ചേഞ്ച് യുവർ മൈൻഡ്. ആദ്യത്തെ മെസ്സേജ് ഇത്. കൊച്ചു പിള്ളേരെ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കഥയല്ല ഇത്. ഒരു വലിയ രാജ്യത്തെ, സ്വർഗത്തിൻ്റെ കൾച്ചർ, ഹെവൻ താണ്ട ഭൂമിയെ ഇൻവേഡ് ചെയ്യാൻ പോവുക.
സൈന്യങ്ങളെ അണിനിരത്തി ഈ ഭൂമിയെ ആക്രമിച്ച് കീഴടക്കി സ്വർഗം തൻ്റെ കൾച്ചർ, തൻ്റെ ലാംഗ്വേജ്, തൻ്റെ വാല്യൂ സിസ്റ്റം, തൻ്റെ സെൽഫ് ഇൻറ്റഗ്രിറ്റി മൊത്തം, ഹെവൻ്റെ മൊത്തം സിറ്റിസൺസിൻ്റെ മുഴുവൻ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ രാജ്യം താണ്ടെ ഭൂമിക്കെതിരെ വന്ന് നിൽക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് വന്ന ഒരാൾ വിളിച്ചു പറയുകയാണ്, കാഹളമൂതി വിളിച്ചു പറയുകയാണ്, ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതിയോടെ നിങ്ങൾക്ക് ഈ രാജ്യത്തെ സമീപിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉയർന്ന ചിന്ത, അപ്പം ഉയർന്ന ചിന്ത എന്ന് പറഞ്ഞാൽ റീപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചിന്തിച്ചതുപോലെ ചിന്തിക്കണം. അപ്പം നേരത്തെ ചിന്തിച്ചതുപോലെ ചിന്തിക്കണമെങ്കിൽ എവിടെ പോകണം? നേരത്തെ ചിന്തിച്ചവരുടെ അടുക്കിലേക്ക് പോകണം. നേരത്തെ ചിന്തിച്ചവരാരാണ്? ആദമാണ്, നമ്മുടെ പൂർവികൻ ആദമാണ്. അവിടെയാണ് ഈ ചിന്ത തുടങ്ങിയത്. അപ്പം ആദാമിനെ ചിന്തിപ്പിച്ചത് എന്താണ്? ആദാമിനെ ചിന്തിപ്പിക്കാനുള്ള വാചകം എന്താണ് ദൈവം കൊടുത്തത്? ലെറ്റ് ദം ഡൊമൈൻ, ലെറ്റ് ദം ഡൊമൈൻ ദ എർത്ത്. അവർ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും മത്സ്യങ്ങളെയും വാഴട്ടെ. ഈ ചിന്തയാണ് അവർക്ക് ദൈവത്തിന്റെ ശബ്ദം. എനിക്ക് തോന്നുന്നു ആദമിന്റെ ഉറക്കത്തിൽ, നടപ്പിൽ, ചിന്തയിൽ മൊത്തം അലയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത എന്താണ്? വാഴട്ടെ, വാഴട്ടെ, ഐ ആം എ റൂളർ. റൂളറാണ് ഞാൻ വാഴാൻ ചിന്തിക്കും. അപ്പം പാപം എന്താണ്? പാപം അടിമത്തമാണ്. വിശുദ്ധി എന്താണ്? വിശുദ്ധി വാഴ്ചയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ആൾക്ക്, അയാൾക്ക് എന്താ നഷ്ടപ്പെടുന്നത്? പ്രിവിലേജ് ഓഫ് ദ സിറ്റിസൺസ് നഷ്ടം. അദ്ദേഹത്തിന് സ്വതന്ത്രമായി പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായിട്ട് കടയിൽ പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് അകത്ത് ലോക്കപ്പിലിട്ട്. എന്തിനാ ലോക്കപ്പിലിട്ട്? ലോക്കപ്പിൽ കിടന്നാലും അയാൾ ഇന്ത്യൻ പൗരൻ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ പൗരനുള്ള ഒരു ആനുകൂല്യവും ഈ അകത്ത് കിടക്കുന്ന ആൾക്ക് കിട്ടത്തില്ല. ഇതാണ് സിൻ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ കോൺസെപ്റ്റിൽ സിന്നിനെ വ്യാഖ്യാനിക്കുക. ദൈവരാജ്യത്തിൻ്റെ ചിന്തയിൽ ഒരു പാപത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത്. ഒരാൾ തെറ്റ് ചെയ്തു, അയാളെ പിടിച്ചെന്നിട്ടു, അറസ്റ്റ് ചെയ്തു, അകത്ത് ലോക്കപ്പിലിട്ട് കിടക്കുമ്പോൾ ആ ലോക്കപ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് യേശുക്രിസ്തു പറഞ്ഞത് പാപത്തിൻ്റെ ദാസനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ബദ്ധന്മാരെ വിടുവിക്കാൻ, ബദ്ധന്മാരെ വിടുവിക്കാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാൻ. അവിടെ ഒരു ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, റീകവറിങ് ദ ഐസൈറ്റ്. റീകവറിങ് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ കാഴ്ച തിരിച്ചു കൊടുക്കാൻ. അവിടെയുണ്ട് റീകവർ, റെസ്റ്റോർ ചെയ്യുക. സോ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പ്രിയരെ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പാപത്തിൻ്റെ ദാസനായിട്ട് അവൻ കിടക്കുക. അപ്പം ആ പാപത്തിൻ്റെ ദാസന് ഒരിക്കലും സിറ്റിസൺസിൻ്റെ പ്രിവിലേജ് ഇല്ല. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിനകത്ത് ഒരാൾ പാപത്തിൽ തുടർന്നാൽ അദ്ദേഹം ഒരു സിറ്റിസൺ തന്നെയാണ്. പക്ഷെ സിറ്റിസൺസിൻ്റെ ഒരു പ്രിവിലേജും ഒരു പ്രൊട്ടക്ഷനും ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും ഇയാൾക്കുണ്ടാകത്തില്ല. കാരണം ഇദ്ദേഹം ലോക്കപ്പിലാണ്, ഇദ്ദേഹം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ആൾ പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുകയാണ്. ആ ബന്ധനത്തിൽ കിടക്കുന്ന ആളിന് എങ്ങനെ സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? അദ്ദേഹത്തിന് ബീച്ചിൽ പോകാൻ പറ്റുമോ? അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഹീസ് ബൗണ്ടഡ്. സോ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് പൊസിഷനിങ്. സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻഡിങ്. യു ആർ ഫോളിങ് ഫ്രം ദ റിയൽ പൊസിഷൻ. സോ റൈച്ചസ്നെസ് ഇസ് റീപൊസിഷനിങ്. നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് തിരിച്ചു വരിക. ജീസസ് അതുകൊണ്ട് പറഞ്ഞ സീക്ക് ye first the kingdom of God and its righteousness. മലയാളത്തിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതി, അവൻ്റെ രാജ്യവും അവൻ്റെ നീതി മനുഷ്യ. ആരുടെ? കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതി. കർത്താവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് പൊസിഷനിങ്. റൈറ്റ് പൊസിഷനിങ്. ഈ റൈറ്റ് പൊസിഷനിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ ബൈബിളിൽ പറയുന്നത് ഈ പുരോഹിതനെ ദൈവം, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മഹാപുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം, പുരോഹിതൻ എന്ന വാക്കിൻ്റെ ഹീബ്രു മീനിങ് എന്ന് പറഞ്ഞാൽ കൊഹൻ ആണ്. കൊഹൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പറയാം. ഇപ്പം നിങ്ങൾക്ക് ഈ പേനയെ എൻ്റെ കയ്യിൽ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. അത് താന്നു പോകും, വീണു പോകും, നിൽക്കത്തില്ല. അപ്പോൾ അതായത് ഈ ഒരു പേന എൻ്റെ ഉള്ളം കയ്യിൽ എനിക്കിങ്ങനെ സ്റ്റഡിയായിട്ട് നിർത്താൻ പറ്റില്ല. ഞാൻ വിടുമ്പോഴത്തേന് അത് താഴേക്ക് പോകും. ഇതിന് നിർത്താൻ ഒരു വഴിയുണ്ട്. ഇതിനെ
ഒരു ബേസ് കൊടുക്കാമെങ്കിൽ, അതായത് നിൽക്കാൻ ഒരു ബേസ് കൊടുക്കാമെങ്കിൽ ആ ബേസിൽ ഇതിനെ ഇറക്കി നിർത്താം. ഇതിപ്പോൾ എൻ്റെ വിരലിനിടയിലല്ല ഇരിക്കുന്നത്, മറിച്ച് എൻ്റെ വിരലിനിടയിൽ ഞാൻ വെച്ചിരിക്കുന്നതായ ഒരു ബേസിലാണ് ഇത് ഇറങ്ങി നിൽക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്. അപ്പം ഈ നിവരം നിൽക്കാൻ കഴിവില്ലാത്ത ഈ ഒരു കോളത്തെ, ഇതിന് കോളം എന്നാണ് പറയുന്നത്, കോളത്തിനെ നിവരെ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബേസ് എന്നാണ് കൊഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. അല്ലാതെ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന പുള്ളിയുടെ പേരൊന്നുമല്ല. പിണങ്ങരുതെന്നോ, ഈ വേഷം കിട്ടി നടക്കുന്നതല്ല. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിവരെ നിൽക്കാൻ കഴിവില്ലാത്ത ഒരുത്തനെ ദൈവം മുമ്പിൽ നിവരെ നിർത്തുമാറാക്കുന്നു. പറഞ്ഞാൽ ഒരു പേഴ്സണെ റൈറ്റ് പൊസിഷനിങ് വിത്ത് ദ കിങ്ഡം, ദൈവരാജ്യവുമായിട്ട് ഒരു സിറ്റിസനെ റൈറ്റ് പൊസിഷനിലേക്ക് നിർത്തുന്ന ആളിൻ്റെ പേരാണ് കൊഹൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ജീസസ് ഈസ് ദ വൺ ഹൂ ഈസ് ഹെൽപ്പിംഗ് അസ് ടു സ്റ്റാൻഡ് സ്ട്രൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹീ ഈസ് അവർ കൊഹൻ, മീൻസ് ഹീ ഈസ് അവർ ബേസ് എന്നാണ്. വി ആർ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ക്രൈസ്റ്റ്, വി ആർ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, റൈച്ചസ് ഇൻ ക്രൈസ്റ്റ്, സക്സസ്ഫുൾ ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ. ഇതിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. ഇവിടെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ദാറ്റ് ഈസ് എ റൈച്ചസ്നെസ്. Righteousness means right positioning to the government. Do not forget that one. അപ്പം ഞാൻ പറഞ്ഞത് ദീസ് ആർ ദ പാരഡോക്സിക്കൽ പ്രീഫിക്സ് ആണ്. റിപ്പന്റ്, ചേഞ്ച് യുവർ മൈൻഡ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത് റെഡീം എന്ന വാക്കെടുക്കാം. റെഡീം, വീണ്ടെടുക്കുക. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും എടുക്കുക. വീണ്ടും മുമ്പുണ്ടായിരുന്നു, പോയി അതിന് പേയ്മെൻറ്റ് കൊടുത്തെടുക്കുക, വില കൊടുത്തെടുക്കുക. ഇപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. വീണ്ടെടുപ്പിൻ്റെ വില എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത ആർക്ക് വില കൊടുത്തു? ചിലർ പറയുന്നത് ദൈവത്തിന് കൊടുത്തു, ചിലർ വന്ന് പിശാചിന് കൊടുത്തു, ചിലർ പറയുന്നത് ന്യായപ്രമാണത്തിന് കൊടുത്തു. ഇതൊന്നും അല്ല എൻ്റെ അർത്ഥം. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുക എന്നർത്ഥം. അതായത് ഈ വീണുപോയ മനുഷ്യനെ, ആ വീണവനെ അവിടെ നിന്ന് ഉദ്ധരിച്ച് പഴയ പൊസിഷനിലേക്ക് എത്തിക്കാൻ ഈ ആള് ശ്രമിച്ച ശ്രമവും സഹിച്ച സഹനവുമാണ് വില. അത് ആർക്കും കൊടുത്തതല്ലത്, അത് തൻ്റെ സഫറിങ്ങിന് പറയുന്ന പേരാണ്. അപ്പോൾ ഹ്യൂമാനിറ്റി ഈസ് റെഡീംഡ്. ഇനി അടുത്ത എവിടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു? ആരൊക്കെ വീണ്ടെടുക്കപ്പെട്ടു? നമ്മുടെ ആളുകൾ സെൽഫിഷ് ആളുകളാണ്. നമ്മുടെ സെൽഫിഷ് ആളുകൾ പാടുന്നില്ല, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം അങ്ങ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം, നമ്മൾ കുറച്ച് പേര്, നമ്മുടെ ചർച്ചിനകത്തുള്ള കുറച്ച് വീണ്ടെടുക്കപ്പെട്ട കൂട്ടം. ബാക്കിയൊക്കെ പിന്നെ ആരാ? ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ വർക്ക് നിങ്ങളുടെ പള്ളിക്കാർക്ക് വേണ്ടിയാ? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പള്ളിയിലെ ആളുകൾക്ക് വേണ്ടിയാ? എവിടെയാ വീണ്ടെടുപ്പ് നടന്നത്? ദ മുഴു കോസ്മോസിനെയും വീണ്ടെടുത്തു. അതാണ് എൻ്റെ റൂത്ത്. മുഴു കോസ്മോസിനെ വീണ്ടെടുത്തു, മുഴു പ്രപഞ്ചത്തെ വീണ്ടെടുത്തു. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ അയൽവക്കത്തിൽ കർത്താവിനെ അറിയാത്ത അന്യമതത്തിൽ അന്യദേവനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളും വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഭയങ്കര ബുദ്ധി, ഭയങ്കര കഷ്ടപ്പാടാണ് ഇത് അംഗീകരിക്കാൻ. ഇപ്പൊ പറയുന്നത് യൂണിവേഴ്സൽ, ദിസ് ഇസ് നോട്ട് എ യൂണിവേഴ്സലിസം സർ. ദിസ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ, ദ ട്രിനിറ്ററിയൻ റെവലേഷൻ. റെഡീംഡ് ആണ് ആ പേഴ്സൺ. എവിടെ റെഡീംഡ് ആണ്? വീഴ്ചയിൽ നിന്ന് വാഴ്ചയിലേക്ക് വന്നതിൻ്റെ പേരാണ് റിഡംഷൻ. നേരത്തെ എവിടെ ആയിരുന്നു? നേരത്തെ ഏതല്ലായിരുന്നു? ആ ഏതനിൽ നിന്ന് എങ്ങോട്ട് എടുത്ത് അവർ പോയി? ഔട്ടായി. യേശുവിൻ്റെ ക്രൂശുമരണം കണ്ട് എന്ത് സാധ്യമാക്കി മാനവരാശിക്ക്? വീണ്ടും ഏതനിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി തുറന്നു. വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് പൊസിഷൻ റീഗെയിൻ ചെയ്തെന്നാണ്. വീണ്ടും അവർക്ക് പഴയ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാനുള്ള അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഈ ആളിനെതിരെയുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. പക്ഷെ ഈ ആളിന് ഇതുവരെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. ഇതാണ് പ്രശ്നം. മനസ്സിലാവുന്നോ? സ്വർഗീയ ഗവൺമെൻറ് ഹ്യൂമാനിറ്റിയുമായിട്ടുണ്ടായിരുന്ന ആ പ്രോബ്ലം സോൾവ്ഡ് ആയി. അതുകൊണ്ടാണ് പറഞ്ഞത്
നമ്മുടെ അതിക്രമം നിമിത്തം മരണത്തിനേൽപ്പിച്ചും, നമ്മുടെ അതിക്രമം നിമിത്തം, ബിക്കോസ് ഓഫ് അവർ സിൻസ് ആൻഡ് ഇൻക്വിറ്റി, മരണത്തിനേൽപ്പിച്ചും, നമ്മുടെ നീതീകരണത്തിനായി നാം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മുടെ നീതീകരണം നിമിത്തം ഉയർത്തത്. ഇപ്പം റിസറക്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ സൈൻ ഓഫ് റിസറക്ഷൻ? ഹ്യൂമാനിറ്റി മൊത്തം, മനുഷ്യരാശി മൊത്തം, ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെക്കുക. മനുഷ്യരാശി മുഴുവൻ, വീഴ്ച പറ്റിയ മനുകുലത്തിന് മൊത്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ റീപൊസിഷനിങ് ലഭിച്ചു. റീപൊസിഷന് ലഭിച്ചതിൻ്റെ തെളിവാണ് ക്രൈസ്റ്റിൻ്റെ റിസറക്ഷൻ. ക്രൈസ്റ്റിനെ റിസറക്റ്റ് ചെയ്തിട്ട് ദൈവം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യു ആർ ജസ്റ്റിഫൈഡ്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. അതിന് വേറൊരു വാക്ക്, റീകൺസിൽ ചെയ്തിരിക്കുന്നു, നിങ്ങളെ വീണ്ടും നിരപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഹാപ്പൻ ഓൺ ദ ക്രോസ്. റിഡംഷൻ, ഞാൻ പറഞ്ഞു, ഈ പദങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ ബേസിൽ വീണ്ടും നമ്മൾ പഠിക്കണം. ഇതിനെനിക്ക് ഇപ്പം അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല കേട്ടോ. എല്ലാം കൂടെ പഠിപ്പിക്കാനുള്ള ടൈമില്ല. റിട്ടേൺ പഠിപ്പിക്കണം, റിവൈവ് പഠിപ്പിക്കണം, റീകമൻസ് പഠിപ്പിക്കണം, റീകൗൺസിൽ പഠിപ്പിക്കണം, റിഡീം പഠിപ്പിക്കണം, റീകവർ പഠിപ്പിക്കണം, റീബർത്ത് പഠിപ്പിക്കണം, റിന്യൂ, റെസ്റ്റോറേഷൻ, റിജോയ്സ്, റിവോർഡ്. ഇതെല്ലാം നമ്മൾ ഓരോ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണം. വേണ്ട, നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. യു ടേക്ക് യു ടൈം. കാരണം റീ എന്ന പദം വരുമ്പോൾ ഓർത്തോണം, നേരത്തെ ആയിരുന്നതിലേക്കുള്ള മടങ്ങിപ്പോക്കാം. റിപ്പൻറ്റ്, പഴയ ചിന്തയിലേക്ക് മടങ്ങിപ്പോവുക. റെഡീം, പഴയ ആ അതായത് ഒരാൾ താൻ വില കൊടുത്ത് വാങ്ങിയ തൻ്റെ ഓണർഷിപ്പിലേക്ക് തിരിച്ചു പോകും. റിഡംഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓണർഷിപ്പിലേക്ക് തിരിച്ചു പോകുമെന്ന്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നെന്നാ. കാണാതെ പോയതിനെ, മാനസാന്തരമായിട്ട് അതിന് ബന്ധമുണ്ട്. റിപ്പൻറ്റ് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മൾ പറയത്തില്ലേ, ഞാനിവിടെ ഈ മതങ്ങളുടെ ചിന്ത പൊളിയുന്ന എവിടെയെന്നറിയും. ഈ മതങ്ങൾ പറയത്തില്ലേ, പാപം ചെയ്തവൻ്റെ പാപം മാറ്റുന്നതാണ് മാനസാന്തരം, പാപം ചെയ്യുന്ന ആൾ പാപം ചെയ്യാതിരിക്കുന്നതിൻ്റെ പേര്. അങ്ങനല്ല. അങ്ങനെ ആണെങ്കിൽ ഈ കാണാതെ പോയ ആട് മാനസാന്തരപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത്. കാണാതെ പോയ ആട് മാനസാന്തരപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത്. ആ ആട് ഇടയൻ്റെ കാതി വന്ന് പറഞ്ഞു, ഇനി ഞാൻ വഴിതെറ്റി പോകത്തില്ല, എന്നോട് ക്ഷമിക്കണേന്ന്. ആ ആട് മാനസാന്തരപ്പെട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷം വന്നു. അപ്പോൾ ആ ആടിനെ തോളി ചുമന്നെടുത്തുകൊണ്ട് വീട്ടിലെത്തിച്ചപ്പോൾ ആ ഇടയൻ പറയുകയാണ്, ഈ ആട് മാനസാന്തരപ്പെട്ടത്. നമ്മൾ ഈ വെറ്റില മുറുക്കുകയും ഇവിടെ പാൻപരാഗ് വെക്കുകയും ചെയ്യുന്നവൻ, മൂക്കിപ്പൊടി വലിക്കുന്നവൻ, അത് നിർത്തുന്ന പേരാ മാനസാന്തരം എന്ന് നമ്മുടെ ആളുകൾ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ കാണാതെ പോയ കുഴി കിടന്ന ഒരാളിനെ ഇടയൻ പോയി കണ്ടുപിടിച്ച് ഇടയൻ തോളി ചുമന്നിരുന്ന് ഇടയൻ പൊക്കിയെടുത്തോണ്ട് അവനെ വീട്ടിൽ കൊണ്ടുവന്നപ്പം ഇടയൻ പറയുന്നു, ഈ ആട് മാനസാന്തരപ്പെട്ടെന്ന്. അപ്പോൾ മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ എടുക്കുന്ന തീരുമാനമൊന്നല്ല, അവൻ്റെ പൊസിഷനാണ്. അവൻ പഴയ പൊസിഷനിലേക്ക് റീപെൻഡെന്ന, പെൻഡിലേക്ക് തിരിച്ചു വന്നെന്ന. ദാറ്റ് ഈസ് റിപ്പണ്ടൻസ്. 10 ദ്രഹ്മപ്പണമുള്ള ഒരു സ്ത്രീയുടെ ഒരു പണം കാണാതെ പോയാൽ ഒരു പണം തിരിച്ചു കിട്ടിയപ്പോൾ ബൈബിൾ പറഞ്ഞ് മാനസാന്തരം വന്നു. അതാണ് ഒറിജിനൽ മാനസാന്തരം. റീപെൻഡ് എന്ന് പറഞ്ഞാൽ പഴയ ആ പൊസിഷനിലേക്ക്, ആ നാണയത്തോട്ട് തിരിച്ചു വന്നു. അതിൻ്റെ കാരണക്കാരൻ നാണയത്തൊട്ടല്ല, അതിൻ്റെ കാരണക്കാരൻ നാണയത്തൊട്ടല്ല, അതിൻ്റെ കാരണക്കാരൻ അന്വേഷിച്ച സ്ത്രീയാണ്. അപ്പോൾ ആ അന്വേഷിച്ച സ്ത്രീയാണ് ആ നാണയത്തെ മാനസാന്തരത്തിലേക്ക് പൊസിഷനിൽ എത്തിച്ചത്. ദാറ്റ് ഈസ് റിപ്പണ്ടൻസ്. ആ ആട് വീട്ടിലെത്തി, റിപ്പണ്ടൻസ്. ആ നാണയം തിരിച്ചെത്തി, റിപ്പണ്ടൻസ്. അപ്പുറത്ത് പോകുമ്പോൾ മാനസാന്തരമല്ല കേട്ടോ. അപ്പുറത്ത് വരുമ്പോൾ അവൻ്റെ മനസ്സിന് അതും മാനസാന്തരം തന്നെയാണ്. മാനസാന്തരം എവിടെ ഉണ്ടായെന്നറിയാം? അവനുണ്ടായി. എങ്ങനെ മാനസാന്തരം ഉണ്ടായി? സുബോധം വന്നെന്ന്. സുബോധം എന്ന് പറഞ്ഞാൽ താൻ ആരാന്നുള്ള ബോധം തിരിച്ചു വന്നതിൻ്റെ പേരാണ് മാനസാന്തരം. താൻ ആരാണെന്നുള്ള ബോധത്തിലേക്ക് മുടിയൻ പുത്രൻ തിരിച്ചു വന്നതിൻ്റെ പേരാണ് മാനസാന്തരം. അപ്പോൾ റിയൽ റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ നാം ആരാണ് എന്നതിലേക്കുള്ള നമ്മുടെ മടങ്ങിപ്പോക്കാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ ഉപേക്ഷിച്ച് ഞാൻ ഇനി മുതൽ വിശുദ്ധനായി ജീവിച്ചോളാം എന്ന തീരുമാനമല്ല. ഇതെവിടെ നിന്നാണ് വന്നതെന്നറിയോ?
ഈ റിപ്പൻഡൻറ്റ് എന്ന് പറയുന്ന ഈ മനോഹരമായ ചേഞ്ച് ഓഫ് മൈൻഡിനെ, ഈ റെവലേഷനെ നമ്മുടെ ക്രൈസ്തവ മതം എന്താക്കി? റീപെനൻസ് എന്നാക്കി. പെനൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പാപപരിഹാര ചീട്ട്. ഈ കുറേ കാലം ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി. എല്ലാവരും പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യുക? പാപത്തിൻ്റെ ഘനത്തിനനുസരിച്ച് കാശ് കൊടുത്ത് പാപപരിഹാര ചീട്ട് വാങ്ങിക്കുക. പാപപരിഹാര ചീട്ട് വാങ്ങിക്കുക. പാപപരിഹാര ചീട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചാരമൊക്കെ ചെയ്തവന് $25, കള്ളം പറഞ്ഞവൻ $5. അപ്പം മുറ്റിയ പാപം ചെയ്യുന്നവന് മുറ്റിയ പൈസ കൊടുക്കണം. ഇതാരുണ്ടാക്കി? നമ്മളെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി വെച്ചതാണ്, നമ്മുടെ വലിയ വലിയ ക്രിസ്ത്യാനികൾ. ഈ റീപെനൻസ് കൊണ്ടാണ് ക്രൈസ്തവർ അന്ന് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ റിപ്പൻറ്റൻസ് എന്ന വാക്ക് പാപവുമായിട്ട് കണക്റ്റഡ് ആയത്. ഇത് യേശു ക്രിസ്തു ഒന്നും അറിഞ്ഞിട്ടില്ല. യേശുവൊക്കെ ഇത് കണ്ടിട്ട് വണ്ടർസ്റ്റൊക്കെ അടിച്ചിരിക്കുക. നമ്മുടെ ഈ റിപ്പൻറ്റൻസിൻ്റെ, അപ്പം നമ്മുടെ മാനസാന്തരത്തിൻ്റെ പ്രസംഗം കേട്ട കർത്താവ് തന്നെ തലയ്ക്ക് കൈവെക്കും. അപ്പോസ്തലന്മാർ തലയ്ക്ക് കൈവെക്കും. കാരണം അവരുടെ ഒന്നും ചിന്തയെ പോലും വരാത്ത കാര്യം അവരിങ്ങനെ താടിക്ക് വെച്ചിട്ട്, ഇതൊക്കെ സത്യത്തിൽ ഇങ്ങനെയാണ്. മാനസാന്തരം ആചാരമാക്കിയവൻ ചന്തു. ചേഞ്ചിങ് യുവർ മൈൻഡ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് റീപെനൻസ് ആക്കി, അങ്ങനെ പാപപരിഹാര ചീട്ടാക്കി. അങ്ങനെ പാപപരിഹാര ചീട്ട് എടുത്തിട്ട് മനുഷ്യൻ പാപത്തിൽ നിന്ന് മടങ്ങി വരിക എന്ന് മതം പഠിപ്പിച്ചു. ക്രിസ്തീയ മതം പഠിപ്പിച്ചു. ക്രിസ്തീയ മതത്തിന് എന്ത് പോയി? ദൈവരാജ്യം പോയിട്ട് വർഷങ്ങളായി. ക്രിസ്തീയ സമൂഹത്തിൽ ചിന്ത പോയിട്ട് നൂറ്റാണ്ടുകളായി. അത് ആ ചിന്ത മാർട്ടിൻ ലൂതറിന് പോലും വന്നില്ല. മാർട്ടിൻ ലൂതർ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതം സ്ഥാപിച്ചതേ ഉള്ളൂ. ഒരു റിന്യൂഡ് റിലീജിയനാണ്. മാർട്ടിൻ ലൂതർ റിഫോർമേഷൻ കൊണ്ടുവന്നില്ല. മാർട്ടിൻ ലൂതർ മതത്തെ റിഫോം ചെയ്തേ ഉള്ളൂ. ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് അവിടെ വന്നില്ല. കാരണം 1, 2, 3 നൂറ്റാണ്ടുകളിൽ അപ്പോസ്തലന്മാർ പോട്ടെ, എല്ലാ നൂറ്റാണ്ടും ഇവിടെ 1-ാം നൂറ്റാണ്ട് മാത്രം എടുക്കാം. അപ്പോസ്തലന്മാര് പോയ ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ രാജ്യമായിരുന്നു പ്രസംഗിച്ചത്. ബാക്കിയൊക്കെ വിട്ടേര്, ബാക്കി ആരും നമുക്ക് വിഷയമല്ല. അപ്പോസ്തലന്മാർ, ആദിമസഭ ദൈവരാജ്യമായിരുന്നു പ്രസംഗിച്ചത്. യേശു അവരോട് പഠിപ്പിച്ചത് ദൈവരാജ്യമാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കിട്ടിയ 40 ദിവസം അവർക്ക് ബൈബിൾ സ്റ്റഡി എടുത്തു. ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, റിപ്പൻഡൻസ് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് യുവർ മൈൻഡ് മീൻസ് ചേഞ്ച് ദ വേ ഓഫ് യുവർ മൈൻഡ്, കം ബാക്ക് ടു ദ പെൻഡ്, ടോപ്പിലേക്ക് തിരിച്ചു വരിക. റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് നിങ്ങൾ യജമാനൻ്റെ കയ്യിൽ എങ്ങനായിരുന്നോ ആ ഓണർഷിപ്പിലേക്ക് ലോർഡ്ഷിപ്പിലേക്ക് തിരിച്ചു വരിക. റെഡീം, ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേയ്മെൻറ്റ്. റീകൺസിൽ, പഴയ റിലേഷനിലേക്ക് തിരിച്ചു വരിക. റീബർത്ത്, പഴയ ബർത്തിലേക്ക്, പുതിയ വീണ്ടും ഒന്നും കൂടെ ജനിക്കണം. കം ബാക്ക് അഗെയിൻ, തിരിച്ചു പോവും. ജെനിസിസിലേക്ക് പോയി ജനിക്ക്. റെസ്റ്റോർ, പൂർവ്വസ്ഥിതിയിലേക്കാക്ക്. റിവൈവ്, ഒരു ഉണർവുണ്ടാകട്ടെ. ചത്തു കിടക്കുന്നതിന് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു വരിക. എല്ലാം തിരിച്ചു പോകാനാ. സത്യത്തിൽ പുതിയ നിയമം മൊത്തം മനുഷ്യരോട് പറയുന്നത് നേരെ ബാക്ക് അടിച്ചു പോ, തിരിച്ചു പോന്നാ. മുമ്പോട്ട് പോകാനല്ല പുതിയ നിയമം പറയുന്നത്. മുമ്പോട്ട് പോകുന്നത് ന്യൂ വേൾഡാണ്, പുറകിലോട്ട് പോകുന്നത് ഓൾഡ് വേൾഡാണ്. ഓൾഡ് വേൾഡാണ് ദൈവത്തിൻ്റെ വേൾഡ്. ന്യൂ വേൾഡ് കണ്ടംഡ് വേൾഡാണ്. The New Testament is asking us to go back your original, go back your original identity, go back your genesis, go back your ownership, go back your reality, go back to your higher kind of thinking. തിരിച്ചു പോക്കോ. ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞത്, ദൈവരാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദൈവരാജ്യം എന്താ പറയുന്നത്? എല്ലാവരും വിളിച്ചു തിരിച്ചു പോ. എങ്ങോട്ടാ? ഉൽപ്പത്തിയിലോട്ട് തിരിച്ചു പോകാനാണ് പറഞ്ഞത്. തിരിച്ചു പോവുക, പഴയതിലേക്ക് തിരിച്ചു പോവുക, ഓൾഡ് വേൾഡിലേക്ക്. അതാ ദൈവത്തിൻ്റെ രാജ്യം.
അതാണ് പുത്രന്റെ രാജ്യം. അതാ പറഞ്ഞത്, ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുമെന്നാണ്. ഇപ്പോൾ ഒരുക്കിയെന്നല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ. ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ. ഇപ്പൊ ന്യൂ ടെസ്റ്റമെന്റിന്റെ ആഹ്വാനം നോക്കി. വാട്ട് ഇസ് ദ ക്ലാരിയൻ കോൾ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ്? ആസ്കിംഗ് ദ പീപ്പിൾ ടു ഗോ ബാക്ക്. അതുകൊണ്ടാണ് ഇവിടുത്തെ മോട്ടിവേഷണൽ മെസ്സേജ് എന്താ? ഗോ ഫോർത്ത്, മുമ്പോട്ട് പൊക്കോട്ടെ, മുമ്പിലേക്ക് പൊക്കോ. അവിടെ മൊത്തം അനർത്ഥാണ്. പക്ഷെ ബൈബിൾ പറയാ തിരിച്ചു പോ. ഇതാണ് ലോകത്തിന്റെ എതിരാണ് ബൈബിൾ എന്ന് പറയുന്നത്. വേൾഡ് വിളിച്ചു പറയും മുമ്പോട്ട് പോ. യേശു പറയും തിരിച്ചു പോ. നീ ആരാണെന്ന് തിരിച്ചു പോ. നിന്റെ പൊസിഷനിലേക്ക് തിരിച്ചു പോ. നിന്റെ അസൈൻമെന്റിലേക്ക് തിരിച്ചു പോ. നിന്റെ പർപ്പസിലേക്ക് തിരിച്ചു പോ. നിന്റെ ക്രിയേറ്റീവ് ഡെസ്റ്റിനിയിലേക്ക് തിരിച്ചു പോ. നിന്റെ ഒറിജിനൽ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു പോ. ഒറിജിനൽ വിഷനിലേക്ക് ഗോ ബാക്ക്. സ്വസ്ഥതയിലേക്ക് തിരിച്ചു പോ. കം ബാക്ക്. തിരിച്ചു വിളിക്കുക. അപ്പൊ ക്രൈസ്റ്റിന്റെ, ഞാൻ എപ്പോഴും വിചാരിക്കുന്നു, പുതിയ ഉൽപ്പത്തി സത്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് മത്തായിലാണ് ഡയറക്റ്റ് എഴുതിയെങ്കിലും യേശുവിൻ്റെ ശബ്ദം മൊത്തം മുഴങ്ങുന്നത്, യേശുവിൻ്റെ വോയിസ് മൊത്തം മുഴങ്ങുന്നത് ഏദനിൽ നിന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഗലീലായിലും തിബരിയാസിന്റെ കടത്തീരത്തും യെരുശലേമിലും ഒക്കെയാണ് യേശു സംസാരിക്കുന്നെങ്കിലും ഈ വോയിസ് മൊത്തം, ഈ ശബ്ദം മൊത്തം വരുന്നത് ഏദനിൽ നിന്നുള്ള വിളിയാ. മാനവരാശി തമ്പുരാന്റെ സാന്നിധ്യം വിട്ട് പുറത്തിറങ്ങി തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി നിൽക്കുമ്പോൾ അന്ന് പറുദീസായിൽ ദൈവം ഒറ്റയ്ക്ക. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. പറുദീസ പിന്നെ ഒരുത്തനെ കയറ്റിയിട്ടില്ല. പിന്നെ ഒരിക്കൽ കൂടെ പറുദീസ തുറന്നത് കാൽവറി കുരിശിന്റെ മുകളിൽ വെച്ച. പറുദീസായിലേക്കുള്ള ഓഫർ കുരിശിലെ കള്ളനാ കൊടുത്തത്. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എന്നറിയാമോ? എടാ പൊന്നുമോനെ, ആദം മുതൽ ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കാണ് പാരഡൈസിൽ. ഞാൻ ഒറ്റയ്ക്കാണ് പാരഡൈസിൽ. സോ യു ആർ ഗോയിങ് ടു അക്കമ്പനി വിത്ത് മീ. നീ എൻ്റെ കൂടെ കമ്പാനിയനായിട്ട് ഇന്ന് നിന്നോട് കൂടെ ഞാൻ പറുദീസയിലിരിക്കും. നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അപ്പോൾ യേശുക്രിസ്തു തിബരിയാസിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും ഗലീലായിൽ പ്രസംഗിക്കുമ്പോഴും നസ്രത്തിൽ പ്രസംഗിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിത്രം യേശു ഏതോ യെരുശലേമിൽ നിന്ന് സംസാരിക്കുന്ന പോലെ വരരുത്. ഇത് പൂർവികമായ ഏദനിൽ നിന്നുള്ള ശബ്ദമാണ്. ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ നിന്നുള്ള ശബ്ദമാണ്. അതുകൊണ്ട് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കം ബാക്ക് ടു ദ ഒറിജിനൽ തോട്ട്. ഏദനിൽ നിന്നാണ് സംസാരം. അവിടേക്കുള്ള മടങ്ങിപ്പോക്കാണ്. ക്രിയേറ്റീവ് പർപ്പസിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. That is the kingdom of God. So we have to change the world system by changing our mind. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. പുതിയ മനസ്സല്ല, പുതുക്കപ്പെട്ട മനസ്സ്. പുതുക്കണമെങ്കിൽ എന്താ? ഒറിജിനലിലേക്ക് തിരിച്ചു പോകണം. ഒറിജിനൽ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഒറിജിനലിലേക്കുള്ള മടങ്ങിപ്പോക്ക് ദൈവം ആഗ്രഹിക്കും. നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി ടേംസ് വിശദീകരിക്കുന്നില്ല. ദൈവം എപ്പോഴും നമ്മളെ ഒറിജിനലിലേക്ക് തിരിച്ചു വിളിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങൾ തന്നെ പഠിക്കുക. റീബർത്ത്, റിവോർഡ്, റിജോയ്സ്. ഈ റിജോയ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ജോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തുള്ളിച്ചാടുക എന്ന്, നൃത്തം ചെയ്യുക എന്നാണ് ജോയ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. നൃത്തം ചെയ്യുക, നൃത്തം ചെയ്ത ഉല്ലസിക്കുക. റിജോയ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും നൃത്തം ചെയ്യാൻ. ഈ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ഒരു വാക്യമില്ലേ? സ്വർഗത്തിൽ റിജോയ്സ് ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ആള് നേരത്തെ അവൻ്റെ ഉല്ലാസം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്ന ഒരു വാക്യമുണ്ട് യോബിൻ്റെ പുസ്തകത്തിൽ. Once Jesus and all the angels was in heaven, they were enjoying, they were rejoicing, they are joyful ആയിരുന്നു. പക്ഷെ ഇവൻ തെറ്റിപ്പോയി. മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ പണ്ടത്തെ ചിന്തയിലേക്ക് തിരിച്ചു വന്നപ്പോൾ, ആ ചിന്തയിലേക്ക് വന്നപ്പോൾ, അവൻ്റെ പൊസിഷനിലേക്ക് അവൻ തിരിച്ചു വന്നപ്പോൾ സ്വർഗത്തിൽ റിജോയ്സ് ഉണ്ടായിരുന്നു. റിജോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിന് നഷ്ടപ്പെട്ട ജോയ് തിരിച്ചു വന്നെന്ന്.
റീബർത്ത്, റെസ്റ്റോറേഷൻ, റിവൈവൽ, റിവോർഡ്, റീബർത്ത്, നിരപ്പിക്കുക, റീകൺസിൽ ചെയ്യുക, എല്ലാം. ഓൾ ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ടോക്കിംഗ് അസ് ടു ഗോ ബാക്ക് യുവർ ഒറിജിനാലിറ്റി. ഇന്ന് ഈ സന്ധ്യയിലും ഞാൻ കർത്താവിൻ്റെ മനസ്സലിവിൽ നിങ്ങളോട് പറയാം, ദൈവം നമ്മെ പൂർവ്വസ്ഥിതിയിലേക്ക് വിളിക്കുക, മുന്നൊരുക്കിയതിലേക്ക് വിളിക്കുക, ലോകസ്ഥാപനത്തിന് മുമ്പ് ഒരുക്കിയതിലേക്ക് വിളിക്കുക. അവിടെയാണ് നമ്മുടെ ഒറിജിനാലിറ്റി, അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനി. നമ്മൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ആ വരുന്ന വഴിയിൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വന്നു, നമ്മുടെ മനസ്സിന് കറപ്ഷൻ വന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇല്ലാതായി പോയി. ലെറ്റ് us go back to the original. ഡാഡി എന്നെ എന്തിനാ സൃഷ്ടിച്ചത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ക്രിയേഷൻ? വൈ ഐ ആം ഇൻ ദിസ് വേൾഡ്? ഹു ആം ഐ? ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ്? ഞാൻ എവിടെ നിന്നാണ്? ഞാൻ എങ്ങോട്ടാണ്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? ഇതിന് ആൻസർ കണ്ടെത്താൻ ലെറ്റ് us go back. Reposition yourself, repent, restore everything, reconcile with God, waiting for the reward. അവസാനം ഇവർക്ക് കിട്ടുന്നത് എന്താണ്? റിവോർഡ്. റിവോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിവോർഡ്. അതും ഒരു പ്രീഫിക്സ് ആണ്, മുന്നൊരുക്കിയത്. ഗോ ബാക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ വാട്ട് ആർ ദ പേർപ്പസ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ റിഫോർമേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു പഠനം നാളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന പക്ഷം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈ ശനിയാഴ്ച ഒരു വീക്കെൻഡ് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി ധന്യമായി മാറട്ടെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. കർത്താവിനോടൊപ്പമുള്ള ഒരു മനോഹരമായ വീക്കെൻഡ് എൻജോയ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് യുവർ ഫാമിലി. ടുമോറോ സൺഡേ ആണ്, വർഷിപ്പ് ഡേ ആണ്. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടുമോറോ നാളത്തെ മീറ്റിംഗ് വളരെ സ്പെഷ്യൽ മീറ്റിംഗ് ആയിരിക്കും. ഞായറാഴ്ചത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് നിശ്ചയമായിട്ടും അത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യാനും കൈമാറാനും ഒക്കെയുള്ള അനുഗ്രഹീതമായ സമയമായിരിക്കും ഞായറാഴ്ച. നിശ്ചയമായിട്ടും നിങ്ങൾ ഉത്സാഹമുള്ളവരായി തുടർമാനമായിട്ട് ഇത് കേൾക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകും. നാളത്തെ ചിന്തയോടെ നമ്മൾ ഈ വേൾഡ് ആൻഡ് എർത്ത് എന്നുള്ള ചിന്ത നിശ്ചയമായിട്ടും നാളെ സമാപിക്കും. ആ ചിന്തകളിൽ നമ്മൾ തൽക്കാലം വിരമിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. നാളെ നമ്മെ ദൈവം കൂട്ടിച്ചേർക്കും വരെ കൃപയുടെ മറവിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇൻഡിവിജ്വലി എല്ലാവരോടും ഞാൻ സ്പെഷ്യൽ നന്ദി പറഞ്ഞു. ഷാജി ബന്നി, ബാബുരാജ് വായിച്ച ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. സാം ബി ജേക്കബ്, ബ്രദർ FC തോംസൺ, CB Ogis, Susan Matthew, Rosamma Rajan, thank you so much for watching. Sujit brother, thank you so much for watching. Okay, എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമുക്ക് വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ്. God bless you.